കൊല്ലം ജില്ലയിലും കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലും മഴ ശക്തം. നദികൾ പലതും കരകവിഞ്ഞതോടെ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനാൽ തെന്മല ഡാം ഇന്ന് തുറക്കും. പാലരുവി ജലപാതയിൽ സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ചേരുകയാണ്. സുജിത്ത്, ഈ സൂചിപ്പിച്ചതുപോലെ ശക്തമായ മഴയാണ്. എത്രത്തോളം മഴ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്? പിന്നെ അവിടെയുള്ള മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും കൂടി. ശ്രീജ, കൊല്ലം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ പരക്കെ മഴ തുടരുകയാണ്. ചിലയിടങ്ങളിൽ കിഴക്കൻ മലയോര മേഖലകളിൽ ഇന്നലെ ആരംഭിച്ച മഴ ഇതുവരെ തോർന്നിട്ടില്ല. മറ്റിടങ്ങളിലൊക്കെ ഇടവിട്ട് പെയ്യുകയാണെങ്കിൽ തെന്മലയിലും മറ്റും തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തെന്മല ഡാമിലും അതുപോലെ തന്നെ വൃഷ്ടിപ്രദേശങ്ങളിലും ഒക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. പരക്കെ മഴയാണ്. അവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കല്ലടയാറ്റിലെ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഡാം ഇന്ന് 11 മണിയോടുകൂടി ഡാമിൻ്റെ 3 ഷട്ടറുകൾ 60 സെൻറ്റിമീറ്റർ വീതം തുറക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ തെന്മലയ്ക്കപ്പുറം ആര്യങ്കാവ്, ഇടപ്പാളയം മേഖലകളിലൊക്കെ തന്നെ മഴ ശക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ആറുകളിലൊക്കെ തന്നെ വെള്ളം ഉയർന്നിരിക്കുന്നു. അച്ചൻകോവിലാറ്റിലും കല്ലടയാറ്റിലും ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആറിൻ്റെയൊക്കെ തീരങ്ങളിൽ താമസിക്കുന്നവർ ഡാം തുറക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും നദികളിൽ കുളിക്കാൻ ഇറങ്ങരുതെന്നുമൊക്കെ അധികൃതർ കൃത്യമായി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കുറ്റാലം, അതുപോലെ തന്നെ അച്ചൻകോവിലെ ജലപാതം, അതുപോലെ പാലരുവി തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ തന്നെ വെള്ളം ഉയർന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെയൊക്കെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പാലരുവി അടച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അച്ചൻകോവിൽ കുമ്പാവുതിരുട്ടി വെള്ളച്ചാട്ടവും എല്ലാം തന്നെ ഇന്നലെ തന്നെ അടച്ചു. മേക്കര ഡാമിലൊക്കെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. ഒപ്പം തമിഴ്നാട്ടിലെ ഭക്തർ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശബരിമല ഭക്തർ എത്തുന്ന ആര്യങ്കാവ്, അച്ചൻകോവിൽ ഭാഗങ്ങളിൽ, അച്ചൻകോവിൽ പാതയിൽ പലയിടങ്ങളിലും അപകടത്തിന് സാധ്യതയുണ്ട്. ഈ വഴികളിൽ, ആനത്താരകളിലും മറ്റും വെള്ളം ഉയർന്നിരിക്കുന്നു. ഈ ഭാഗങ്ങളിൽ പലപ്പോഴും ഗതാഗത തടസ്സം രൂപപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. എന്തായാലും കൊല്ലത്ത് വിവിധ ഇടങ്ങളിൽ മഴ ശക്തമായതോടുകൂടി വലിയ ദുരിതമാണ് ആളുകൾക്കുണ്ടാകുന്നത്. ഒപ്പം തന്നെ കൊട്ടാരക്കരയിലെയും മറ്റും ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിരിക്കുകയാണ്. ശ്രീജ.